ഹായ്, വെൽക്കം ടു മോളീസ് കിച്ചൺ. നമുക്ക് കൊപ്ര ആയ തേങ്ങ കൊണ്ട് എങ്ങനെ ചമ്മന്തി അരയ്ക്കാം എന്നൊന്ന് നോക്കാം. തനി നാടൻ തേങ്ങാ ചമ്മന്തിയാണ്. അത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അതൊന്ന് എങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടു നോക്കാം. അപ്പം നമുക്ക് ഈ അടിപൊളി തേങ്ങാ ചമ്മന്തി ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ പലപ്പോഴും തേങ്ങ പൊട്ടിച്ച് ചിരണ്ടാൻ മടിയുള്ളവരാണ്. തേങ്ങ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഭാഗം ഇങ്ങനെ ഉണങ്ങി കൊപ്രായിട്ട് ഇരിക്കുന്നത് നമുക്ക് ലഭിക്കാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് ആ തേങ്ങ നമുക്ക് മറ്റ് പാചകങ്ങൾക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് അരിഞ്ഞിട്ട് നമുക്ക് നല്ല രുചിയുള്ളതെന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റുള്ള ഒരു തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ കൊപ്ര ഇങ്ങനെ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കണം, അല്ലാത്ത പക്ഷേ ഇത് ശരിക്കും അരഞ്ഞു കിട്ടില്ല. അപ്പം ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് ഇരിക്കുന്നത്. കൂടെ അതിന് വേണ്ടി ചെറിയ ഉള്ളി എടുക്കണം, അല്പം പുളി എടുക്കണം, മുളകൊന്ന് വറുത്തിട്ട് എടുക്കണം, ആവശ്യത്തിന് ഉപ്പും വേണം. ഇത്രയും കാര്യങ്ങളെ വേണ്ടുള്ളൂ. ഇത് ആദ്യം തന്നെ മുളകും ഉള്ളിയും ഈ പുളിയും കൂടെ ഉപയോഗിച്ചിട്ടൊന്ന് ആദ്യം ഒന്ന് അരച്ചെടുക്കണം. അരഞ്ഞാൽ മാത്രമേ ശരിക്കും തേങ്ങയും കൂടി അരയുള്ളൂ. അപ്പോൾ ഈ 3 കൂട്ടവും കൂടി ചേർത്തൊന്ന് അരച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന കൊപ്ര ആയ തേങ്ങ നമ്മളിടുകയാണ്. ഇത് അരയ്ക്കുമ്പോൾ അല്പം ഹാർഡായിട്ട് നമുക്ക് തോന്നും, എന്നാൽ അത് അരച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ല. സാധാരണ ഉണ്ടാക്കുന്ന തേങ്ങാ ചമ്മന്തിയേക്കാളും വളരെ രുചികരമായിട്ടുള്ളൊരു തേങ്ങാ ചമ്മന്തി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിലേക്ക് ആവശ്യത്തിന് അരച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിലേക്ക് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ച് കഴിഞ്ഞാൽ ഉപ്പ് എല്ലായിടത്തും നന്നായിട്ട് ചേരും. ഇതിൻ്റെ രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അസാധാരണമായിട്ടുള്ള രുചിയാണ്, എന്നാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം.